17 Pro Max ഉള്ളപ്പോൾ ആരെങ്കിലും 16 Plus എടുക്കുമോ? അതാണ് അൾട്രാ പ്രോ മാക്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ ലൈറ്റ് വേർഷന് വോട്ട് ചെയ്യുമോ എന്ന ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. നിങ്ങൾ ഏത് കളിയാ കളിക്കുന്നത്? ആ കളിക്ക് ഗുണഭോക്താവ് വേറെ ഉണ്ട്. അത് AKG സെന്റർ അല്ല, അത് മാരാർജി ഭവനാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോ മനസ്സിലായിട്ടുണ്ടോ എന്ന് ജനം ചോദിക്കുകയാണ്. ഒരു വിഭാഗം കംപ്ലീറ്റ് ആയി അകത്ത് നിർത്തിക്കൊണ്ട് ഇപ്പുറത്തെ ആകെ കൂട്ടം ജനം എന്ന് പറഞ്ഞാലുണ്ടല്ലോ എല്ലാവർക്കും വേഗത്തിൽ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് കളയാം എന്ന വിചാരം പാടില്ല. നേരത്തെ NDA ലീഡ് നേടിയെന്ന് വാർത്ത വന്ന ചങ്ങനാശ്ശേരിയിൽ UDF ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. ജോസി ബാബുവിലേക്ക് വേണ്ടി. ജോസി, എന്താണ് ഉണ്ടായത് ചങ്ങനാശ്ശേരിയിൽ? ഞാൻ ജോസിയിലേക്ക് വരാം. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF 19, UDF 14, NDA 30. ഇവിടെ ഇന്ത്യ സഖ്യം കാണും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുമെന്നാണ്. ഒരുമിച്ചോ? അത് നടക്കില്ല. അസാധ്യം. അതിന് പിണറായി ഇറങ്ങണം. അസാധ്യം. ആകാശം ഇടിഞ്ഞു വീണാലും അസാധ്യം എന്ന് വിചാരിക്കണം. കാരണം രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് കൊണ്ടുവരുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ ഏറ്റെടുക്കാൻ പോലും വലിയ പ്രയാസമുള്ള പാലക്കാട് വളരെ ഈസി ആയിട്ട് BJP ഭരണത്തിൽ നടക്കാവുന്ന. പിന്നെയാണ് തിരുവനന്തപുരം. ഇവിടെ തിരുവനന്തപുരം തലസ്ഥാന നഗരം മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടേറിയറ്റ് ഇരിക്കുമ്പോൾ ഇപ്പുറത്ത് ഭരിക്കാൻ പോകുന്ന R. ശ്രീലേഖയോ അല്ലെങ്കിൽ VV രാജേഷോ ഒക്കെയാണോ നമുക്ക് കാത്തിരുന്ന് കാണണം. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തതിന്റെ ആത്മവിശ്വാസവുമായിട്ട് രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണാൻ വരാൻ പോകുന്നുണ്ടാവണം. എന്തായാലും ഇനി അതിൽ മാറ്റമൊന്നും വരാൻ പോകുന്നു തോന്നുന്നില്ല. UDF 31 സീറ്റ് എടുത്തുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷൻ പിടിച്ചു എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. കോഴിക്കോട് കുറ്റിച്ചിറയിൽ വിജയിച്ച ജോസി ബാബു ചേർന്നുകോട്ടെ എന്ന് 2273 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. മികച്ച ഭൂരിപക്ഷം ഫാത്തിമ തെഹലിയൊക്കെയാണ്. ശരി, ജോസി ബാബു ചേർന്നു. ജോസി, ചങ്ങനാശ്ശേരിയിൽ എന്താണ് നടക്കുന്നത്? അവിടെ ഈ ജോസ് കെ മാണി എഫക്ട് ഒട്ടുമില്ലേ? നിഷാദെ, ജോസ് കെ മാണിക്ക് വൻ തിരിച്ചടി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. കാരണം ജില്ലാ പഞ്ചായത്തിൽ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളൊക്കെ വളരെ പിന്നിലാണ്. ജില്ലാ പഞ്ചായത്തിൽ UDFന്റെ വൻ തരംഗം അനുഭവപ്പെടുന്നു. ജോസ് കെ മാണി അപ്രസക്തനായി കഴിഞ്ഞു കോട്ടയത്തെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്ന് പറയാം. അതോടൊപ്പം തന്നെ ജോസ് കെ മാണിയുടെ സ്വന്തം തട്ടകമായ പാലാ നഗരസഭയിലും ഇപ്പോൾ ജോസ് കെ മാണിക്കെതിരായി നിൽക്കുന്ന സ്വതന്ത്രനടക്കമുള്ളവർ വിജയിച്ചു കയറി വന്നിരിക്കുന്നു. ഇപ്പോൾ UDFന് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ കൂടിയും 4 സ്വതന്ത്രർ UDF പിന്തുണയോടുകൂടി ഭരണമുറപ്പിക്കാനുള്ള സാധ്യതയാണ് പാലാ നഗരസഭയിൽ. ഒരുപക്ഷെ LDFന് ഭരണം നഷ്ടമാകാനുള്ള സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ CPM-മായി ഇടഞ്ഞ് ജോസ് കെ മാണിയുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടഞ്ഞ് മാറിപ്പോയ ബിനു പുളിക്കാക്കണ്ടവും സഹോദരൻ ബിജു പുളിക്കാക്കണ്ടവും മകൾ BAMൊക്കെ മത്സരരംഗത്തുണ്ടായിരുന്നു. അവർ 3 പേരും ജയിച്ചു. അതോടൊപ്പം തന്നെ ഒരു കോൺഗ്രസ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു.